വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാട്രിക് ദോർഗോനെ കുറിച്ചാണ്. അപ്പം ദോർഗോൻ്റെ കാര്യം പറയുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആളുടെ സൈനിങ് ലെച്ചയിൽ നിന്നും യുണൈറ്റഡിലേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒരു 25 മില്യൺ പൗണ്ട് പ്ലസ് 4.1 മില്യൺ ആഡോൺസിനാണ് അവർ ആ ഡീല് കൈക്കലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത് 40 മില്യൺ പോവും, 40 മില്യൺ പ്ലസ് ആഡോൺസ് പോകുന്നൊക്കെയാണ്. പക്ഷേ യുണൈറ്റഡിൻ്റെ നെഗോസിയേഷൻ സൈഡ് അത് വൃത്തിക്ക് ഹാൻഡിൽ ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ പല ട്രാൻസ്ഫർ നടക്കുന്ന സമയത്തും യുണൈറ്റഡിൻ്റെ നെഗോസിയേഷൻ സൈഡ് ഭയങ്കര മോശമായിരിക്കും. ചുമ്മാ ഓവർപേ ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഓവർപേ ചെയ്യുന്നുണ്ട്, യുണൈറ്റഡിൻ്റെ സൈഡും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് ചവിട്ടി പിടിക്കാൻ വേണ്ടി ഈ ഒരു വിൻഡോയിലേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു സൈനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് യുണൈറ്റഡിന് കഴിഞ്ഞിട്ടുണ്ട്. 25 മില്യൺ പ്ലസ് 4.1 മില്യൺ ആഡോൺസ് എന്ന് പറയുന്നത് അത്ര മോശമാണെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു പ്ലെയറെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാട്രിക് ദോർഗോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കുറേ കാലം മുന്നേ ആളെക്കുറിച്ച് ലൈവിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആൾ കളിക്കുന്ന പൊസിഷൻസ് ഏതൊക്കെയാണ്? റൈറ്റ് വിങ് കളിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് മിഡ്ഫീൽഡർ കളിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് വിങ് ബാക്ക് കളിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് വിങ്ങർ കളിച്ചിട്ടുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഒഫൻസീവ് മൈൻഡഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അതായത് എപ്പോഴും ബോളെടുത്ത് മുന്നോട്ട് പോവുക, അറ്റാക്ക് ചെയ്യുക, ആ ഒരു ബോക്സിലേക്ക് കട്ടിങ് ചെയ്ത് കയറുക, അങ്ങനെ ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിലുള്ള മൈൻഡുള്ള ഒരു പ്ലെയറാണ് ശരിക്കും പാട്രിക് ദോർഗോ എന്ന് പറയുന്നത്. ഡച്ച് ഇൻ്റർനാഷണലാണ്, 2004 ബോണാണ്. അപ്പോൾ 20 വയസ്സാണ് പ്രായം. ലെച്ചൻ്റെ കൂടെ ഓൾറെഡി ആൾ കുറച്ച് ഫസ്റ്റ് ടൈം ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞു. ഈ ഒരു സീസണിൽ ഗോളുകളും അസിസ്റ്റുകളൊക്കെ നേടിയിട്ടുണ്ട്. സ്റ്റാറ്റ്സ് സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ആൾ ഏരിയൽ ഡുവൽസിൽ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന പ്ലെയറാണ്. ആൾ പ്രോപ്പർലി അത്ലറ്റിസം ഗ്രൗണ്ടിൽ കാണിക്കും. അത് യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് പലപ്പോഴും മിസ്സിങ് ആണ്. ആ ഒരു വിങ് ബാക്സ് പ്രോപ്പർ അത്ലറ്റിസം കാണിക്കുക, ഏരിയയിൽ പോയിട്ട് കാര്യമായിട്ട് ചാലഞ്ച് ചെയ്യുക, പിന്നെ ടാക്കിൾസ് കൃത്യമായിട്ട് നടത്തുക. അപ്പം അതൊക്കെ യുണൈറ്റഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ലെഫ്റ്റ് സൈഡ് മോശമാണ്. ഇപ്പം മലാസിയൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങൾ, മലാസിയൻ ആവശ്യത്തിന് വിശ്വാസം ഇല്ലാത്തത്, ലോക്ഷോൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങൾ. അപ്പം ലെഫ്റ്റിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. ഇനിയിപ്പോൾ ആൾ ലെഫ്റ്റിൽ തന്നെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ആൾ ഡെൻമാർക്കിൽ കളിക്കുന്ന സമയത്തൊക്കെ റൈറ്റിലും കളിച്ചിട്ടുണ്ട്. സോ വേഴ്സറ്റൈലാണ്, രണ്ട് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന തരത്തിൽ വിങ്ങറായിട്ടും വിങ് ബാക്കായിട്ടും മിഡ്ഫീൽഡറായിട്ടും അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് പാട്രിക് ദോർഗോ എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്, ആൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന ഒരാളാണ്. സോ അത്യാവശ്യം ടെക്നിക്കലി ഗുഡായിട്ടുള്ള ഒരു പ്ലെയറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ക്യാരീസാണ്. ഈ ഒരു സീസണിൽ തന്നെ 16 ക്യാരീസ് ലീഡ് ടു ഷോട്ട്സ്, അതായത് 16 തവണ ആൾ ക്യാരി ചെയ്ത് പോയിട്ട് ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട്. സോ ആൾ സീരിയയിൽ ഡിഫൻഡേഴ്സിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ഒരു ക്യാരിയറാണ്, ഒരു പ്രോപ്പർ ബോൾ ക്യാരിയറാണ്. അത് ഈ റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ കീ ആയിട്ടുള്ള സംഭവമാണ്. വിങ് ബാക്സ് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോവുക, ഓപ്പണൻറ്റ് ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതേസമയം കട്ടിങ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കുക, ഡ്രിബിൾ ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഈ ഒരു പ്ലെയർക്ക് ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 20 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പ്ലെയറാണ്. ആളുടെ ഡിഫൻസീവിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 20 വയസ്സ് മാത്രമുള്ള പ്ലെയറാണ്. റോ ടാലൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൾ ലെച്ചയിൽ നല്ല പെർഫോമൻസുകളാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇൻ്റർ മിലാനെതിരെയൊക്കെ വരുന്ന സമയത്ത് 100% ടാക്കിൾ സക്സസ് റേറ്റ്, ഏരിയൽ ഡുവൽസിൽ വിജയിക്കുക, അതേപോലെ തന്നെ 5 ഡ്രിബിൾസ് വിജയിക്കുക. അപ്പോൾ ഇതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമില്ല. അപ്പം ഇങ്ങനത്തെ നല്ല പെർഫോമൻസുകൾ ആൾ ഇറ്റാലിയൻ ലീഗിൽ തന്നിട്ടുണ്ട്. പക്ഷേ വരുന്നത് പ്രീമിയർ ലീഗിലേക്കാണ്. അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള സംഭവമല്ല. പിന്നെ ക്ലബ്ബ് യുണൈറ്റഡ് ആണ്, അവിടുത്തെ പ്രഷർ അതൊക്കെ ഡിഫറൻ്റ് ആണ്. സോ അവിടേക്ക് പാട്രിക് ദോർഗോ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരും, അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് റൂബൻ അമോറിം ആളെ കാണും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പം ലെഫ്റ്റിൽ തന്നെ യൂസ് ചെയ്യുമോ, റൈറ്റിൽ യൂസ് ചെയ്യുമോ, വിങ് ബാക്ക് ആയിട്ടായിരിക്കുമോ, വിങ്ങറായിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആളെ നാരോ ആ പണിയെടുക്കാനുള്ള വിങ്ങറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ആൾ വിങ്ങറായിട്ട് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. ഷോട്ട്സൊക്കെ എടുക്കാൻ നന്നായിട്ട് പറ്റുന്ന ഒരു പ്ലെയറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു, നല്ല ഡ്രിബ്ലറാണ്. സോ ഏത് പൊസിഷനിലും വേണമെങ്കിൽ അമോറിമിന് ആളെ കൊണ്ടേ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇഞ്ചുറി റെക്കോർഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഈ 2023-24 സീസണിൽ 5 ദിവസം ആൾക്കൊരു ഇഞ്ചുറി വന്നു, അത് കാരണം പുറത്തിരുന്നുള്ളൂ. വേറെ ഇഞ്ചുറി റെക്കോർഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ യുണൈറ്റഡിൽ ഇഞ്ചുറി പ്രശ്നങ്ങൾ എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിൽ വലിയൊരു തലവേദനയാണ് അവർക്ക് സംബന്ധിച്ചിടത്തോളം.
സോ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഈ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നു വിചാരിക്കാം. ഇഞ്ചുറി വേട്ടയാടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എനിവേ 20 വയസ്സ് മാത്രം പ്രായമുള്ള പ്ലെയറാണ്, നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണത്. സോ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അമോറിം ഫോഴ്സ് ചെയ്ത് നടത്തുന്ന ഒരു സൈനിങ് ആണ്. അതാണ് ഫാൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷ. എനിവേ അമിത പ്രതീക്ഷ വെക്കാതിരിക്കുക. അപ്പോൾ അമോറിം വന്നതിന് ശേഷം ഇപ്പോൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ടീമിലേക്ക് എത്താൻ പാകത്തിനൊരു സൈനിങ് നടത്തിയിട്ടുള്ളത് നമ്മുടെ പാട്രിക് ദോർഗുവിൻ്റെ സൈനിങ് ആണ്. ഇപ്പം ഡിയോഗോ ലിയോൺ ആണെങ്കിലും അതേപോലെ തന്നെ ചിഡോബി മാർട്ടിൻ്റെ സൈനിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ എയ്ഡൻ ഹെവനോ അങ്ങനത്തെ ഒരു പ്ലെയർ സൈൻ ചെയ്തിട്ടുണ്ട് ആഴ്സണലിൻ്റെ അക്കാഡമിയിൽ നിന്ന്. അതൊക്കെയാണെങ്കിലും അക്കാഡമി സൈഡിലേക്കായിരിക്കും പതുക്കെ, എസ്പെഷ്യലി ഡിയോഗോ ലിയോണൊക്കെ അടുത്ത 1-2 വർഷത്തിനുള്ളിലായിരിക്കും പ്രോപ്പറായിട്ട് ഫസ്റ്റ് ടീമിലേക്ക് എത്തുക. പക്ഷേ എനിക്ക് തോന്നുന്നു പാട്രിക് ദോർഗു ഉടനെ ഫസ്റ്റ് ടീമിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ആ ലെഫ്റ്റ് സൈഡിലെ ഒരു ദാരിദ്ര്യം വെച്ച് നോക്കുന്ന സമയത്ത് ആൾക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ലെറ്റ് സി ആളെങ്ങനെ യൂസ് ചെയ്യും, നമ്മുടെ പാട്രിക് ദോർഗുനെ എങ്ങനെ ആൾ PL പെർഫോം ചെയ്യുന്നൊക്കെ ഉള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എനിവേ വളരെ നെസസറി ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ളൊരു സൈനിങ് ആണ്, അതിൽ സംശയമില്ല. ആ ഒരു പൊസിഷനിലേക്കുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും അടങ്ങുന്നൊരു പ്ലെയറാണ്. സോ ഇനി കാണേണ്ടത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.